രേണുസുതി ഗുരുതരമായ അസുഖത്തോട് പൊരുതിക്കൊണ്ടിരിക്കുകയാണെന്ന് ആദ്യം വെളിപ്പെടുത്തിയത് കേരള ഹോം ഡിസൈൻ ഗ്രൂപ്പ് സ്ഥാപകനായ ഫിറോസാണ്. സുധിയുടെ പേരിലുള്ള വീട് വെച്ചുകൊടുക്കാൻ നേതൃത്വം നൽകിയ ആൾ കൂടിയാണ് ഫിറോസ്. രേണു വലിയൊരു പോരാട്ടത്തിൻ്റെ നടുവിലാണെന്നും ഫിറോസ് പറഞ്ഞിരുന്നു. രേണു ഇന്നൊരു വലിയ പോരാട്ടത്തിൻ്റെ നടുവിലാണ്. അത്ര ചെറുതല്ലാത്ത രോഗത്തോട് അവർ ധൈര്യത്തോടെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അസുഖം മുൻകൂട്ടി അറിഞ്ഞിട്ടും അതിൻ്റെ വേദനയും ഭയവും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ മനസ്സിൽ ഒതുക്കി ചികിത്സയുമായി മുന്നോട്ടു പോയ ഒരാളാണ് അവർ. ഫിറോസ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചതിങ്ങനെ: രേണുവിന് അസുഖമാണെന്ന റിപ്പോർട്ടുകൾ കുറച്ചു മുമ്പേ തന്നെ പുറത്ത് വന്നു തുടങ്ങിയിരുന്നു. ദുബൈയിൽ വെച്ചാണ് രോഗം തിരിച്ചറിഞ്ഞതെന്നും വാർത്തകളിലുണ്ടായിരുന്നു. എന്നാൽ രേണുവോ മറ്റാരെങ്കിലുമോ അതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നില്ല. അതിനിടെ ആശുപത്രിയിൽ പോയതിൻ്റെ വീഡിയോസും രേണു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. എന്നാൽ ഫിറോസിൻ്റെ കുറിപ്പിന് പിന്നാലെ തൻ്റെ രോഗം സ്ഥിരീകരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് രേണു. മെയിൻ സ്ട്രീം വണ്ണിന് നൽകിയ അഭിമുഖത്തിലാണ് അവർ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. തനിക്ക് സ്തനാർബുദമാണെന്നും കഷത്തിലേക്കും ശ്വാസകോശത്തിലേക്കും വ്യാപിച്ചുവെന്നും മൂന്നാമത്തെ സ്റ്റേജ് കഴിയാറായെന്നും അവർ വെളിപ്പെടുത്തി. 15-ാം വയസ്സിൽ തന്നെ ഒരു മുഴ കണ്ടെത്തിയിരുന്നുവെന്നും അന്നത് കാര്യമായി ശ്രദ്ധിച്ചില്ലെന്നും രേണു പറയുന്നു. എനിക്ക് ക്യാൻസറാണ്. എന്നാൽ ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ദുബൈയിൽ വെച്ചാണ് ഇത് സ്ഥിരീകരിച്ചു എന്നാണ്. എന്നാൽ സത്യം അതല്ല. 16 വർഷം മുമ്പാണ് സ്തനത്തിലൊരു മുഴ ആദ്യമായി ശ്രദ്ധിക്കുന്നത്. അതിന് നിറവ്യത്യാസം വന്നപ്പോഴും ശ്രദ്ധിച്ചില്ല. വീട്ടിലും പറഞ്ഞില്ല. പിന്നീട് ബയോപ്സി ചെയ്ത് ഡോക്ടർ നിലവിൽ പ്രശ്നമില്ലെന്നും ഭാവിയിൽ ക്യാൻസറായി മാറാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞിരുന്നു. അക്കാലത്ത് സർജറിയോടുള്ള ഭയം കൊണ്ട് അത് ഓപ്പറേഷൻ ചെയ്ത് നീക്കാൻ മടിച്ചു. വേദനയില്ലാത്ത മുഴയായതിനാൽ പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. സുധിച്ചേട്ടൻ്റെ വേർപാടിനു ശേഷം സ്തനത്തിൻ്റെ ആകൃതിയിൽ വ്യത്യാസം തോന്നിയപ്പോഴാണ് വീണ്ടും ഡോക്ടറെ കാണുന്നത്. ഒറ്റയ്ക്കാണ് പോയത്. സ്കാനിങ്ങും മാമോഗ്രാമും ബയോപ്സിയും നടത്തിയ ശേഷം ക്യാൻസറാണെന്ന് സ്ഥിരീകരിച്ചു. പക്ഷേ വീട്ടുകാർ വിഷമിക്കേണ്ടെന്ന് കരുതി ആരോടും പറഞ്ഞില്ല. പിന്നീട് എൻ്റെ മാനേജർ കരിഷ്മയാണ് എൻ്റെ പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ കണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നത്. കരിഷ്മയാണ് വീട്ടുകാരോട് കാര്യം പറയുന്നത്. നേരത്തെ ഡോക്ടറെ കാണിച്ചിരുന്നുവെങ്കിൽ, മുഴയെടുത്ത് കളഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതിനിടെ താൻ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് ഈ രോഗവിവരം അറിഞ്ഞ ശേഷമാണെന്നും അവർ പറയുന്നു.